ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. നമുക്കിന്ന് റവ കേസരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 1 കപ്പ് റവയും 1.5 കപ്പ് പഞ്ചസാരയും 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1 ഗ്ലാസ് പാലും കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന റവ തട്ടി കൊടുക്കാം. നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. ഇത് റവ ചുമന്ന് വരുന്നത് വരയ്ക്കും വറുക്കണം. അതിന് കൂടെ അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്തിട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കിത് വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരയ്ക്കും ഇത് വറുക്കണം. ഏകദേശം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് പാലാണ് ഒഴിക്കേണ്ടത്. കുറേശ്ശെ ഒഴിക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചതിന് ശേഷം അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം ഒഴിക്കാം. ഇനി ഇതിൽ കൂടെ ഞാനൊരു 2.5 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. ചൂടുവെള്ളം ഞാൻ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് 2.5 കപ്പ് ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ആ കട്ടകളൊക്കെ ഉടച്ച് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇനി അത് കുറുകി വരുന്നത് വരയ്ക്കും നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഏകദേശം നമുക്ക് കുറുകി വരാനായി, ഏകദേശം കുറുകിയായി. ഇനിയാണ് നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത്. കണ്ടാവ നന്നായിട്ട് വറ്റി, ആ പാലും വെള്ളവും കൂടെ ചേർന്ന് വറ്റി നല്ലൊരു കുഴഞ്ഞ പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിരിക്കുന്നതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇതിൽ കൂടെ 1 ടീസ്പൂൺ ഏലക്ക ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോഴത്തേനും ഒരു ലിക്വിഡ് പരുവത്തിലായി കിട്ടും. അതിന് ശേഷമാണ് നമുക്ക് കളർ ചേർക്കാനുള്ളത്. ഏകദേശം ഒന്ന് കുഴഞ്ഞ് ഇനി ഇത് കുറുകി വരണം. ഇനി നമുക്ക് ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഒരു 5 ഡ്രോപ്സാണ് ഞാൻ ആദ്യം ചേർക്കണത്. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നോക്കാം. കളർ പോരാന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ഡ്രോപ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത്, ഇനി ശകലം കളർ കൂടെ വേണം, കുറഞ്ഞു പോയി. അതുകൊണ്ട് 2 ഡ്രോപ്സ് കൂടെ ഞാൻ ഒഴിക്കുകയാണ്. അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഏകദേശം ഇതിൽ നമുക്കിനി 1.5 സ്പൂൺ നെയ്യ് കൂടെ ചേർക്കണം. അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ നെയ്യ് കൂടെ ചേർത്ത് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എല്ലാം ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ പുറത്ത് തണുക്കാൻ വയ്ക്കണം. അങ്ങനെ നമ്മളെല്ലാം മിക്സ് ചെയ്ത് എല്ലാം കംപ്ലീറ്റായി. ഇനി തണുക്കാൻ വയ്ക്കണം. ഇനി അടുത്ത് ടൈമായി എടുക്കാൻ. ഇനി ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് തട്ടാം. കണ്ട, കേസരി റെഡിയായി. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഓരോ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ച് പിള്ളേർക്ക് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം, കഴിച്ചു നോക്കണം, അഭിപ്രായം പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ ബൈ.